ഇവക്ക് പിന്നെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമാണ് ഡോക്ടർ ആവണം എന്നുള്ളത്. പിന്നെ എൻ്റെ അച്ഛന് ചെറുപ്പം മുതലേ അവളെ മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കൊഞ്ചിച്ച് വളർത്തിയിട്ട് അമ്മച്ചൻ്റെ കുട്ടി ഡോക്ടർ ആവണം അന്ന് മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ 8ാം ക്ലാസ് കഴിഞ്ഞ പാടെ അച്ഛൻ പോയി. പിന്നെ അവക്ക് അതാവണം, അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണം എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ നമുക്കറിയാമല്ലോ ഒരു എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാൻ എത്രത്തോളം നമുക്ക് വേണ്ടി വരും എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ടാണോ അറിയില്ല, അവളൊരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കോഴിക്കോട് എജുപോർട്ട് നല്ലൊരു സെൻറ്ററാണ്, അങ്ങനെ അവിടെ പോയി നോക്കുമ്പോൾ അജാസ് സാറ് ഇത്രയും മാർക്കിൻ്റെ ഉള്ളിലുള്ള കുട്ടികൾക്ക് അങ്ങനെ ഫ്രീ ആണെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ചേർന്ന് 1 വർഷം അങ്ങനെ ചെയ്ത് നല്ല മാർക്കോട് കൂടി ഇതായി. പക്ഷെ അത് കാണാൻ എൻ്റെ അച്ഛൻ ഉണ്ടായില്ല. അതൊരു ഭയങ്കര സങ്കടം തന്നെയാണ്. ഇന്നേക്കാളും വലുത് എജുപോർട്ടിലെ അജാസ് സാറ്, വിജയ സാറ് ഇതുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള അച്ഛനും അമ്മയും അജാസ് സാറ്, വിജയ സാറ്. പക്ഷെ അവരൊരു ആ കുട്ടീനെ അത്രത്തോളം എന്തോ ചെയ്തോണ്ടാട്ടോ. പാതി നമ്മളാണല്ലോ, ടീച്ചേഴ്സാണല്ലോ അവർക്ക്. ടീച്ചേഴ്സിനെ ഇഷ്ടപ്പെട്ടെങ്കിലല്ലേ അവര് പഠിക്കണം എന്നുള്ളൊരിതുണ്ടാവുള്ളൂ. ഇപ്പം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് മോളെവിടെയാണ് പഠിച്ചത് ചോദിക്കുമ്പോൾ എജുപോർട്ടിലാണ്. ആരെന്നോട് ചോദിക്കുമ്പോഴും എജുപോർട്ട് നല്ലതാണ്, അവിടെ പോയിക്കോളി എന്നാണ് ഞാൻ ഈ കഴിഞ്ഞുള്ള കുട്ടികളോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. കുറേ ഞാൻ സ്റ്റുഡൻസിനോട് ഇട്ടിട്ടുണ്ട് എജുപോർട്ട്. പിന്നെ ഒന്നാമത് പറഞ്ഞാൽ എജുപോർട്ട് അവർക്ക് യാത്ര ഇല്ലല്ലോ. ഹോസ്റ്റലിൽ നിന്ന് നേരെ അപ്പുറത്ത് തന്നെയാണ് കോളേജ്. അവിടെ നിന്ന് ഇട്ടെന്നാൽ നേരെ ഹോസ്റ്റല്, എവിടെയും പോകണ്ട, സമയം എവിടെയും വേസ്റ്റ് ആയി പോകണില്ല അവളത്. അതാണ് ഉള്ള സമയം പഠിക്കുക. ഓള് ഫസ്റ്റ് ടൈമിൽ ഓൾക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. എന്നെക്കൊണ്ട് ഓളായിട്ട് തിരഞ്ഞെടുത്തതാണെങ്കിലും ഓൾക്ക് ഭയങ്കര കിന്നെ കൊണ്ട് കഴിയില്ലേ, അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. പിന്നെ ഏതായാലും ലാസ്റ്റൊക്കെ ആയപ്പോഴേക്ക് ഇരുന്ന് പഠിച്ചെടുത്ത്. അല്ല, അവളെ സ്വന്തം അവൾക്ക് ഞാൻ എന്തായാലും ഇതിനൊരുങ്ങി, ഇനി അത് നേടിയേ പറ്റൂ. അതായത് എജുപോർട്ടിന് ഒരു റിസൾട്ട് കൊടുക്കണം വിചാരിച്ചിട്ട് തന്നെ അവള് കഠിന പ്രയത്നം ചെയ്തതാണ്.